നിന്നെ ഞാനേ മുട്ടുകാലിൽ എഴയിക്കും. ഇപ്പൊ അങ്ങനെ എഴയുന്നുണ്ടല്ലോ. ഈ എഴച്ചിലിന്ന് ഒന്ന് എഴുന്നേക്കാൻ നോക്ക്, എന്നിട്ട് വെല്ലുവിളിച്ചാ മതി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലടാ. ഇത്ര ആവത് മതി എനിക്ക് നിന്നെ പോലെ ഒരുത്തനെ പഞ്ഞിക്കിടാൻ. പേടിപ്പിക്കാതടാ. നിന്റെ മുന്നിൽ ഭയന്ന് വിറച്ചു നിന്നിരുന്ന സാഗർ മരിച്ചുപോയി. ഇപ്പോഴേ അന്തസ്സായിട്ട് ജീവിക്കുന്ന തൻ്റെയോടുള്ള ഒരുത്തനാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീ ആരുടെ ബലത്തിലാ ഈ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എടാ, എന്നാലും കണ്ണനെ നീയൊക്കെ കൂടി അങ്ങ് മുക്കിയല്ലോ. മഹാലക്ഷ്മിയെ പാട്ടിലാക്കാൻ വേണ്ടിയാ ഈ നാട്ടിലേക്ക് നീ ആദ്യം വന്നത്. അതും എന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ടാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത നീയാണോന്ന്. ആണെങ്കി നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. നിന്നേക്കാളും വെല്ലുവിളിച്ചിട്ടാ ഒരുത്തി ഇവിടെ വന്നിട്ട് പോയത്. എന്റെ കണ്ണനെ തേച്ചൊട്ടിച്ചൊരുത്തി. അവളും നിന്നെ പോലെ മാർക്കോടെ ബലത്തിലാ വെല്ലുവിളി നടത്തിയിട്ട് പോയത്. ഒരു കാര്യം കൂടി നീ കേട്ടോ, എന്റെ ഭാര്യയെ തട്ടിയെടുത്ത നിന്നെ ഞാൻ തട്ടിയിരിക്കും. എടാ, നിന്റെ ആയുസ് ഞാൻ എടുത്തിരിക്കും. നീ ഒരുപാട് ഭാര്യമാരെ സ്വാധീനിച്ചിട്ടുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആണുങ്ങളുടെ കുടുംബം തകർത്ത കഥയും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ സാറിന്റെ കുടുംബം തകർക്കാനാണ് നീ എന്നെ വിലക്കെടുത്തത്. എന്നാ അങ്ങനെ വിലക്കെടുത്തതുകൊണ്ട് എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടി, നല്ലൊരു ജീവിതം കിട്ടി. നിനക്കൊപ്പം ജീവിക്കേണ്ടവളല്ല മഞ്ജു. കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് നിന്റെ മുറപ്പെണ്ണായിട്ട് ജീവിച്ചിട്ട് നീ അവളോട് ചെയ്തത് എന്താടാ? കാണാൻ കൊള്ളാവുന്ന നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി സ്നേഹിക്കാനുണ്ടായിട്ടും നീ നാട് നീളെ ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നടന്നില്ലടാ. ഞാനൊക്കെ ആരോരുമില്ലാത്തവനാ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടന്നവനാ. പക്ഷേ നിനക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ നിന്റെ സുഖവും സന്തോഷവും തേടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മഞ്ജുവിന് പിന്നാലെയുള്ള യാത്ര നീ മതിയാക്കിക്കോ. എത്ര ശ്രമിച്ചാലും ഇനി അവൾ തിരികെ വരില്ല. അത്രത്തോളം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടടാ. ഞാൻ അവളെ ഈ ലോകത്തുള്ള പല പെൺകുട്ടികളുടെയും ദാമ്പത്യം നീ തകർത്ത് കാണും. പക്ഷേ ഞങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലടാ. കൊല്ലൂടോ ഞാൻ. നിർത്ത്. എന്താ ഇത്? സാറേ, ഞാൻ കാറ് തുടച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ കൊല്ലാനും തല്ലാനും വരുമായിരുന്നു, ഭീഷണിപ്പെടുത്തുമായിരുന്നു. സാഗർ എന്റെ ഒരു ജോലിക്കാരനാ. അങ്ങനെയുള്ള സാഗറിനെ എന്റെ ഒരു പേഷ്യന്റ് കൈവെക്കുന്നത് എനിക്ക് ദഹിക്കില്ല. ഇവന്റെ ചരിത്രം സാറിന് അറിയാലോ സാറേ. എന്റെ പെണ്ണിനെയാ ഇവൻ കട്ടോണ്ട് പോയത്. അങ്ങനെ അന്യന്റെ ഭാര്യയെ ആർക്കും കട്ടോണ്ട് പോകാൻ പറ്റില്ലടോ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വാസമുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും തന്റെ ആണിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോകില്ല. സാറ് നോക്കിക്കോ സാറേ, കണ്ണനെ മഹാലക്ഷ്മി കളഞ്ഞിട്ട് പോകില്ലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ട് അവരിപ്പോ രണ്ടായില്ലേ. അതുപോലെ തന്നെ ഒരു ദിവസം ഇവന്റെ മുഖത്ത് കാറ് തുപ്പിയിട്ട് അവൾ ഇവനെ ഇട്ടിട്ട് പോവും സാറേ. ആ ഒരു ദിവസത്തിന് വേണ്ടി നീ എണ്ണിയിരുന്നോടാ. അവൻ ഉടക്കാനായിട്ട് വന്നപ്പോ നീ മറുപടി കൊടുത്തില്ലേ? കൊടുത്തു സാറേ. അത് വേണം. പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം.